തൃശ്ശൂരിൽ നിന്ന് നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയെ സമ്പന്നമാക്കുന്ന മലയാള സിനിമയിലെ പെൺമയുടെ പ്രതീകം ആ ഒരു കരുത്ത് അതിഥി രവി നമ്മളോട് സംസാരിക്കുകയാണ്. അതിഥി. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഒരു വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 4ാമത്തെ വർഷമാണ് ഇങ്ങനെ ഒരു പിങ്ക് മിഡ് നൈറ്റ് റൺ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പാർട്ടായതിൽ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ 24-നും ഫ്ലവേഴ്സ് TV-ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. എനിക്കിവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ വിമൻസ് ഡേ അല്ലാതെ തന്നെ വേറെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ കൂടുതലും ചേട്ടന്മാരാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാറ്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടത്തുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്യുന്നതും അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇന്ന് ഇവിടെ വന്നപ്പോൾ കുറേ ലേഡീസ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഡാൻസ് ആയിരുന്നു നിങ്ങളുടെ. ഒന്നും പറയാനില്ല. ഞാൻ ശരിക്കും അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു. കാരണം ഇനി ഇവിടെ നിന്ന് 12 മണിക്ക് നിങ്ങൾക്ക് ഇനി ഓടണം. അതൊക്കെ മനസ്സിലുണ്ടായിട്ട് നിങ്ങളിവിടെ മനസ്സറിഞ്ഞ് ഹാപ്പി ആയിട്ട് എല്ലാവരും നിന്ന് ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. പിന്നെ മാം പറഞ്ഞ പോലെ ഇത് വിമൻസ് ഡേയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ദിവസവും വിമൻസ് ഡേ തന്നെയാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നടത്തുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് വേറൊരു വിഭാഗം ഉള്ളതുകൊണ്ടാണ്. പുരുഷ വിഭാഗമാണെങ്കിലും വേറെ ഏത് ജെൻഡർ ആണെങ്കിലും അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഡേ നമുക്ക് പറയാനും കഴിയുന്നത്, വിമൻസ് ഡേ. സോ അതിൽ ഞാൻ ഈ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പുരുഷവർഗത്തോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത്. കാരണം എല്ലാം അവരും കൂടി ഒരു സപ്പോർട്ടും കൂടിയിട്ടാണ് ഇത്തരം ഒരു വലിയ ഫംഗ്ഷൻ തന്നെ നടക്കുന്നത്. സോ നമ്മൾ അവരോടും നന്ദി പറയണം. ആൻഡ് എനിക്കിനിയും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം എല്ലാവരും ഒരുമിച്ചാണ് ഓടുന്നത്. ഞാനും ഈ പറഞ്ഞ പോലെ രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ ടെൻഷനുള്ള കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോഴും ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഒരു 20%ഓളം പല നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളും പലതും കാണുമ്പോൾ ഉള്ള ഒരു ഭയം ഇപ്പോഴും ഉള്ളിലുണ്ട് രാത്രി യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരുപാട് പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ നൈറ്റ് ഒരു വിമൻസ് ഇത്രയും പേര്, അതും നേരത്തെ സാറ് പറയണ്ടായിരുന്നു വയനാടും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് സ്ത്രീകൾ ഇതിനു വേണ്ടി പങ്കെടുത്ത് നമുക്ക് ആ ഒരു ധൈര്യം കാണിക്കാൻ ഇങ്ങനെ ഒരു ഫങ്ഷൻസൊക്കെ വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമാണ്. അപ്പം അത് സംഘടിപ്പിച്ച് ഇവരോട് തന്നെയാണ് ആദ്യം നമ്മളും നന്ദിയോടെ ഇരിക്കേണ്ടത്. സോ നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ധൈര്യം മുന്നോട്ട് തന്നെ സംഭരിച്ച് നമ്മൾ ഓരോ ദിവസം ഈ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് വിമൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇനി ജീവിക്കാൻ കഴിയട്ടെ. ഒപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ജെൻഡേഴ്സും, അത് വിമൻ എന്ന് മാത്രമല്ല ഏതൊരു ജെൻഡർ ഇവിടെ ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇനി മുമ്പോട്ട് ജീവിക്കാൻ കഴിയട്ടെ. ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം ഓഫ് കോഴ്സ് വേണം സ്ത്രീകൾക്കാണെങ്കിലും എല്ലാവർക്കും. അതുപോലെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നൊക്കെ എല്ലാവരും പറയും. അതിനേക്കാളൊക്കെ ഉപരി ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിക്കാൻ ഒരു മിനിമം ഒരു കോമൺ സെൻസോടുകൂടി ജീവിക്കാൻ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും സാധിക്കട്ടെ. അത് കൂടുതൽ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ പല നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളെയൊക്കെ ഒഴിവാക്കാൻ അത് സഹായിക്കും. സോ അങ്ങനെയുള്ളൊരു കേരളം അങ്ങനെയുള്ളൊരു ലോകമായി മാറട്ടെ. അതിന് ഇത്തരം നല്ല പ്രോഗ്രാംസുകളൊക്കെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഇവിടെ വന്ന എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനും ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.